ആരോഗ്യം നിലനിൽക്കാൻ ഏറ്റവും ആവശ്യമായ പ്രതിരോധം. അവ പ്രകാശ സഞ്ചാര സഹായിയായ ഈർപ്പം ശരീരത്തിൽ നഷ്ടപ്പെടുന്നതിന് കാരണം ചൂടിന്റെ വർധനവാണ്. ഈ കാലഘട്ടത്തിൽ രോഗം വർദ്ധിച്ചതിന്റെ ഒരു കാര്യം ചൂട് വർദ്ധിച്ചു. ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ ചൂട് കൂട്ടുന്ന ഭക്ഷണം, അതായത് നല്ല കരിച്ച് പൊരിച്ച ചൂടുള്ള ചിക്കൻ, അല്ലെങ്കിൽ ചെമ്മീൻ, അല്ലെങ്കിൽ ചൂടുണ്ടാക്കുന്ന മറ്റു ഭക്ഷണങ്ങൾ, ഇത്തരം വസ്തുക്കള് ആഴ്ചയിൽ 3-4 തവണയൊക്കെ തിന്നേണ്ടി വരുന്ന ഒരു മനുഷ്യൻ രോഗിയായിട്ടില്ലെങ്കിൽ മൂപ്പർ നമ്മളതിൽ കൂട്ടാൻ പാടില്ല. ഒരു വലിയ വകുപ്പിലാ. ഒരു വലിയ വകുപ്പിലാണ്. ആഴ്ചയിൽ 3-4 തവണ കോഴിയിറച്ചിയും പോത്തിറച്ചിയും തിന്നുന്നാക്ക് സൂക്കേട് വന്നിട്ടില്ലെങ്കിൽ അവരെ സാധാരണ കൂട്ടത്തിൽ നിങ്ങൾ കൂട്ടണ്ട. ഞാനേതായാലും കൂട്ടൂല. അവരുടെ വകുപ്പ് കുറച്ച് ഭർത്താവ് കൂടിയാളെന്നാ ഞാൻ പറയാം. ഇല്ലെങ്കിൽ അയാൾ അതിന്റെ രോഗം അനുഭവിക്കും. കാര്യം ആഴ്ചയിൽ 2 തവണയിൽ കൂടുതൽ മാംസം സ്വീകരിക്കാൻ കഴിവില്ലാത്ത ശരീരമാണ് നമ്മുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തവണ മാംസം കഴിച്ചാൽ പിന്നെ ഒരുപാട് കഴിച്ചിട്ടേ മാംസം കഴിക്കാറുള്ളൂ. ഞാനതാ പറഞ്ഞ നമ്മക്കുള്ള രോഗം നാട്ടുകാർ സ്നേഹിച്ചിട്ടുള്ള രോഗമാണ്. ഉസ്താദിന്റെ ഭക്ഷണമല്ലേ, ഇറച്ചിയല്ലാണ്ട് എന്താ കൊണ്ടുപോവാന്ന്. കണ്ണൂർ ചില ഭാഗത്താണ്, ഇവിടെ എന്താന്ന് എനിക്ക് കൃത്യമായിട്ട് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. കണ്ണൂരൊക്കെ ഉസ്താദിന്റെ ഭക്ഷണമാണ്. 90 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം നമ്മളെ പുരക്ക് കിട്ടു. അപ്പൊ രാവിലെ എന്തായാലും ഇറച്ചിക്കറി തേങ്ങ അരച്ചിട്ട് വെച്ചു കൊടുക്കും, ഉച്ചക്കൊക്കെ മുളക് കറി വെക്കും, രാത്രി ഇറച്ചി ബിരിയാണി വെക്കും. 3 നേരം ഇറച്ചി. ചില സ്ഥലങ്ങളിലെ അനുഭവമാണ് പറയണത്. ഇനി മീന വാങ്ങുന്നുണ്ടെങ്കിൽ അയക്കുറ, ആവോലി, ആ ലെവലുള്ള മത്സ്യം, ചെമ്മീന്. അവൻ മഹലിലേക്ക് വരുമ്പോൾ കുറച്ച് ഉഷാറുണ്ടായിന്, പോകുമ്പോൾ കുറച്ച് വയറൊക്കെ കൂടി ഉഷാറൊക്കെ തണിഞ്ഞ് ക്ഷീണം വന്ന് പിന്നെ പഴയ പോലെ നാട്ടിൽ പോകാനൊന്നും വലിയൊരു താല്പര്യമൊന്നും വരില്ല. പോയാൽ തന്നെ വലിയ കാര്യങ്ങളൊന്നും നടക്കുകയും ചെയ്യില്ല. കാരണം ഇയാൾ ഉഷാറെല്ലാം പോയിക്കണം. അതാ ഞാൻ പറഞ്ഞു, നാട്ടുകാർ സ്നേഹിച്ച് സൂക്കേട് വരുത്തുന്നു. അവരെ സ്നേഹം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വേണ്ടാന്ന് പറയും, പൈസന്റെ കാര്യത്തിൽ നാട്ടുകാർക്ക് അതാ വലിയ പ്രശ്നം. നല്ല ശമ്പളം കൊടുക്കുന്നില്ല. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് വരുമ്പോൾ ഇവർക്ക് പൂച്ചറക്ക് വന്നവർ കൈവർക്ക്. പല സ്ഥലത്തും അങ്ങനെയാണ്. പള്ളിയൊക്കെ വലിയ ഉഷാറാക്കി എടുക്കും. എല്ലാ നാട്ടിലും കാണുന്ന കാഴ്ചയാണ്. പള്ളിയുടെ ചുമരിന് വരെ മിനാരുണ്ടാക്കും. മൊയിലാരെ ശമ്പളത്തിന് നോക്കി ഇവർക്ക് കൈവർക്കും. അതിലിപ്പത്തിന് അങ്ങനെ നോക്കും. ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല. അതിലൊക്കെ ദാരിമീസ് ഇടപെടേണ്ടത്. പണ്ഡിത സഭകൾ റേഞ്ച് ഇടപെടേണ്ടത് അവിടെയാണ്. ഇമാമിയങ്ങളുടെ, മദ്രസാധ്യാപകരുടെ ജീവിത നിലവാരം വളരണം. കാലോചിതമായി അവരുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുക്കണം. അത് പൗരപ്രമുഖരെ, ഉമറാക്കളെ ബോധ്യപ്പെടുത്തണം. നമ്മളൊക്കെ നാട്ടിൽ ഇപ്പോൾ പള്ളിന്റെ ചുമരിന് വരെ മരം ഒട്ടിക്കുക. മുമ്പൊക്കെ പറഞ്ഞാൽ പള്ളിക്ക് പള്ളിന്റെ വാതിലിന് മാത്രം മരം, ചുമര് മൊത്തം മരം. എന്തിനാന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല. എന്നിട്ട് AC പുതിയാപ്പിളുടെ അറയിൽ വെക്കണ മാതിരി സീലിംഗ് വേറെ. വാർപ്പിന്റെ പൈസ ജനങ്ങൾ പിരിപ്പിച്ചിട്ട് വാർപ്പാക്കി. എന്നിട്ട് ഇപ്പൊ സീലിംഗ്, ബൾബ്, എന്തൊക്കെ മൊഞ്ചുള്ള ബൾബാ പള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ പോണേർത്തി. ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. മുമ്പ് ജിഫ്രി തങ്ങൾ മക്കാമക്കങ്ങളെ അലങ്കരിച്ചോളി, അത് വേണം, അറൂസ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ജിഫ്രി തങ്ങളെ. മഹാന്മാരുടെ മക്കബറ അലങ്കരിക്കണം, ഉറൂസിന് നല്ല ലൈറ്റെല്ലാം കെട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന സമയത്ത് ആകാശം അലങ്കരിച്ചിട്ടുണ്ട്. ജിഫ്രി തങ്ങൾ മുമ്പ് മംഗലാപുരത്ത് പ്രസംഗിച്ചതാ. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പള്ളിന്റെ ചുമരിന് എന്തിനാ മരോട്ടിക്കുന്നത് എനിക്ക് ഇതുവരെ തിരിച്ചിട്ടില്ല. ഉള്ള ചൂട് കൂട്ടാ, അല്ലെങ്കിൽ തന്നെ മനുഷ്യന്മാർക്ക് ചൂടായിട്ട് പള്ളിയിലുള്ള നിസ്കരിക്കാൻ പറ്റുന്നില്ല. ജമാഅത്ത് കഴിഞ്ഞാൽ ഫാൻ ഇടാൻ വിടുകയും ചെയ്യില്ല. അത് അതിലും വലിയ ഫിക്ക്, വല്ലാത്തൊരു ഫിക്ക്. ചില മുഅദ്ദിനൊക്കെ പിരിച്ചു വിടന്നെ വേണം കേട്ടാ. ആ ചങ്ങായിരെ പണി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കല. ആരെ ഇയാളെ പിടിച്ചിട്ടാക്കി പള്ളിയിൽ? ഇതൊക്കെ ആലിമീങ്ങൾ ഇടപെടണം. ഞാനിതൊക്കെ പറയട്ടോ, നിങ്ങൾ പ്രസംഗിക്കാൻ വിളിച്ചാലില്ലെങ്കിൽ ഞാനിത് പറയും. കിട്ടിയ ചാൻസ് പറയേണ്ടൊക്കെ പറഞ്ഞിട്ടാ പോവാ. പിന്നെ പിടിക്കാൻ ചാൻസ് ഇല്ല. പള്ളിയിലെ ഫാൻ ഓഫ് ആക്കുക, പള്ളിയിലെ ബാത്റൂം പൂട്ടിയിടുക. എന്താണ് മനുഷ്യന്മാരെ? എന്നിട്ട് ഫിക്ക്, ഭയങ്കര ഫിക്ക്, മൂലേറെ ഫിക്ക്. ആദാബുൽ ഖലായിൽ പോകാനുണ്ടെങ്കിൽ നിസ്കരിക്കൽ കറാത്താണ്. മുണ്ടിപ്പോരുത് നിങ്ങള്. വയല് പറയണ എന്താണ്? മലമൂത്ര വിസർജനത്തിന് ആവശ്യമുണ്ടെങ്കിൽ നിസ്കരിക്കുന്നതിന്റെ ഹുക്കുമേ. പള്ളിയിലെ ബാത്റൂമാ പൂട്ടിക്കിട്. ദീന് ഇല്ലാത്ത ദീനുണ്ടാക്കുകയാണ്. ഇവിടുത്തെ കഥയല്ല, ഞാൻ ചില നാട്ടിലെ കഥ പറഞ്ഞാണ്. എനിക്ക് ഇവിടുത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്റെ കൂടെ പള്ളിയുടെ മുകളിൽ കയറ്റി അവിടെ ഇവിടെ കയറ്റി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. മാറ്റം വരണം. ദീനിന്റെ കാര്യങ്ങൾ ആലിമീങ്ങൾ നിയന്ത്രിക്കണം. ദീനിന്റെ മസ്ജിദിന്റെ കാര്യങ്ങൾ ആലിമീങ്ങൾ തീരുമാനിക്കണം. അതിന് ഫിഖ് മാനദണ്ഡമാകണം.
മഹല്ലത്തിലെ ദീനിന്റെ കാര്യത്തിൽ ആലിം ഇടപെടുന്നതിടത്ത് ജമാഅത്തിന്റെ ഭാരവാഹികൾ ഇടപെടരുത്. അത് ദീനി വിരുദ്ധ ശൈലിയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ മുതിർന്ന ഉലമാക്കൾ മുന്നോട്ട് വരണം. പിന്നെ ആര് ദീൻ പറയും, ആര് ദീൻ പറയും, ആര് ഫിഖ് പറയും? പള്ളിയിൽ ഉറങ്ങിക്കൂടാ. ഒരു സ്ഥലത്ത് ഇന്ന് രാവിലെ സുബഹിസ്കരിക്കാൻ കയറിയെടുത്തതിൽ പായിൽ കിടക്കരുത്, പിന്നെ ഇടയെ കിടക്കല് കട്ടുമ്പല. എന്ത് ഫിഖാണിത്? പായിൽ കിടക്കരുന്നുണ്ട്, പിന്നെ ഇടയെ പള്ളി കിടക്കണ്ട്. അപ്പൊ ഇത്തികാഫിന്റെ നിയത്ത് വെച്ചിട്ട് പള്ളിയിൽ ഉറങ്ങിയ കൂലിയെടുത്ത് ഇനി ഒറ്റ മൂല്യാർ പ്രസംഗിക്കാൻ പാടേ പറ്റ ഒറ്റ മൂല്യാരെ ഇത് പ്രസംഗിക്കരുത്. ഏത് ഇത്തികാഫിന്റെ നിയത്ത് വെച്ച് പള്ളിയിൽ ഉറങ്ങിയാല് ജമാഅത്ത് കമ്മിറ്റിയുടെ ബോർഡ് സെക്രട്ടറി ഇവനാരെ ഇത് എഴുതി വെക്കാൻ? ആരെയാണ്? നിങ്ങൾ ഇരിക്കേണ്ടടുത്ത് ഇരിക്കാത്തോണ്ടല്ലേ മറ്റുള്ള ആൾ കയറി അവിടെ ഇരുന്നത്? മിമ്പർ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് നിങ്ങൾക്ക് തന്ന പദവിയല്ലേ? മിമ്പർ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് നിങ്ങൾക്ക് തന്ന പദവിയാണ്. എന്താ മിമ്പർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്തത്? ഓരോ ഖത്തീബുമാർ മനസ്സിലാക്കേണ്ട, മിമ്പർ എന്ന് പറഞ്ഞാൽ ഈ സമുദായം നൽകുന്ന ഉന്നത പദവിയാണ്. ആ പദവിയിൽ ഇരിക്കുന്ന ആളാണ് മസ്ജിദിന്റെ അധികാരി. ആ മിമ്പറിൽ ഇരിക്കുന്ന ആളാണ് മസ്ജിദിന്റെ അധികാരി. പൂട്ടണോ പൂട്ടണ്ടേ എന്ന് തീരുമാനിക്കരുത്. സെക്രട്ടറി ആവാൻ പാടില്ല, പ്രസിഡന്റ് ആവാൻ പാടില്ല, ട്രഷറർ ആവാൻ പാടില്ല. അവര് ഉമറാക്കൾ മാത്രമാണ്. ആലിമ പറയുന്നതിന് ഒത്താശ ചെയ്തു കൊടുക്കേണ്ട ആൾ മാത്രമാണ്. ഇത് ദീനാണ്, ഇത് ഇസ്ലാമാണ്. അത് പൊളിക്കാൻ നിങ്ങൾ അനുവദിക്കാൻ പാടില്ല. പല സ്ഥലത്ത് പോയാൽ പള്ളിയിൽ ഉറങ്ങരുത്, പള്ളിയിൽ അവിടെ പോയി മൂത്രയിക്കരുത്, പൂട്ടിയിട്ടിരിക്കണ്. ഒരു സ്ഥലത്ത് സുബഹിസ്കരിക്കാൻ ഞാൻ നിത്യ യാത്രക്കാരനാണേ, ലേശം ലേറ്റായി പള്ളിയുടെ അടുത്തുമ്പോഴത്തേക്ക് പൂട്ടിയിട്ട് ബംഗാളി പറയാണെന്ന് ഓർക്കൂല. ഞാൻ എടുത്ത് നിസ്കരിക്കുക. ടൗണിലുള്ള പള്ളി പൂട്ടിയിട്ടിട്ട് ബംഗാളി എന്നെ മുറ്റടിച്ചു വരികയാണ്. എന്നിട്ട് പറയും ക്ലോക്ക് കാണാണ്ടായി പോകും. പള്ളിയിൽ എന്തിനാ ക്ലോക്ക്? സമയമാകുമ്പോൾ ബാങ്ക് കൊടുക്കാൻ ഒരാളെ ശമ്പളത്തിന് നിർത്തിയാൽ പിന്നെ പള്ളിയിൽ എന്തിനാ ക്ലോക്ക്? എനിക്ക് തിരിയാത്ത കുറേ സംശയം ഉണ്ട് കേട്ടോ. മിന്നുന്ന ഒരു സമയം, നിസ്കാരത്തിന്റെ സമയം അറിയുന്ന മിന്നുന്ന എന്തിനാ? ഇമാമല്ലേ നിസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കാൻ പറയേണ്ടത്? നിങ്ങളുടെ പദവിയെ തട്ടിയെടുക്കുകയാണ് മെഷീനുകൾ. നിങ്ങൾക്ക് ഉറങ്ങി നടന്നത് ശരിയാവില്ല. ആരാ ഇക്കാമത്ത് കൊടുക്കാൻ പറയേണ്ടത്? എന്ത് നിങ്ങൾ ഫിക്ക് പറയാത്തത്? ഈ ഒളിയുന്ന മിന്നുന്ന സാധനം ഓൻ പി അടിച്ചാൽ മുക്കിരി ഇക്കാമത്ത് കൊടുക്കും, വന്ന് നിന്നോളണം. അതല്ല ഇസ്ലാം. ചൈനക്കാരന് വിട്ടുകൊടുക്കരുത് ഇസ്ലാം എന്നാ പറയണത്. ഉലമാ സംഗമങ്ങൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കണം. ചൈനക്കാരൻ കണ്ടുപിടിക്കുന്ന മെഷീനുകളല്ല ദീൻ തീരുമാനിക്കേണ്ടത്, ശരീഅത്ത് തീരുമാനിക്കേണ്ടത്. കോടതികൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പൊള്ളുന്നില്ലേ? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മതത്തിൽ ഇടപെടലുകൾ നടക്കുന്നു. നിങ്ങളുടെ അധികാര പരിധിക്കുള്ളിലേക്ക് ആളുകൾ കടന്നു കയറുന്നു. ഞാൻ എന്റെ മഹലിൽ ഖത്തീബായി ഏറ്റെടുത്തു പറഞ്ഞ കാര്യം തരോ? ദീനിന്റെ കാര്യം ഞാൻ പറയും, നിങ്ങൾ ഇടപെടാൻ പാടില്ല. കമ്മിറ്റി ഹൈക്കോടതി പുസ്തകങ്ങൾ നിന്നാ മതി. ഉലമാക്കൾ അങ്ങനെ തീരുമാനം എടുക്കണം. അതാ ഞാൻ പറഞ്ഞു, ഉലമാക്കൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് ഫിഖ്ഹും തസവ്വുഫ് അറിയുന്നതോടൊപ്പം ധീരത കൂടി വേണം, ദീൻ പറയാനുള്ള ശുജാഅത്ത് വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതാരോട് വിരോധം പ്രസംഗിച്ചല്ല. ഒരു സമൂഹത്തിന് വകവെച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ വകവെച്ചു കൊടുക്കണം. മുമ്പ് ഫസൽ ഗഫൂറിന്റെ പിതാവ് ദീനിന്റെ കാര്യത്തിൽ ഇടപെടോ ഡോക്ടറെ ഈ മലത്തിലെ കൃമി നോക്കിയാൽ മതി എന്ന് പറഞ്ഞ ശംസുലമന്റെ മദ്ഹ് പറഞ്ഞാൽ പോരാ, ആ പദവിയിൽ ഇരിക്കണം. കേരളത്തിൽ വലിയ വമ്പനാന്ന് നോക്കിയൊരു ചങ്ങയുണ്ടായിരുന്നു. അന്ന് ശംസുലമ പറഞ്ഞത് ഡോക്ടർമാർ മലത്തിലെ കൃമി പരിശോധിച്ചാൽ മതി, ദീൻ ഞങ്ങൾ നോക്കിക്കൊള്ളും. അത് പ്രസംഗിച്ചാ പോരാ, നടപ്പിൽ വരുത്തിക്കൊള്ളികള്.